പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ PN വിജയകുമാറാണ് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിനായി കണ്ണൂരിലെത്തുന്നത്. പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന കമ്മീഷൻ പോലീസിനോടും ജയിൽ അധികൃതരോടും റിപ്പോർട്ട് തേടും. ഒപ്പം കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുടെ വിശദാംശങ്ങളും ആരായും. പെൺകുട്ടികൾ നേരത്തെ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നതിൽ പോലീസ് അലംഭാവം കാണിച്ചോ എന്നും കമ്മീഷൻ പരിശോധിക്കും. ദേശീയ പട്ടികജാതി കമ്മീഷനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ഡയറക്ടറും ഇന്ന് തലശ്ശേരിയിലെത്തും. അതിനിടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പെൺകുട്ടികളെ സന്ദർശിച്ചു. പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് റോസക്കുട്ടി ടീച്ചർ റിപ്പോർട്ടറോട് പറഞ്ഞു. എന്താണ് ഉണ്ടായതെന്നുള്ളതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസിൽ നിന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. നാളെ ഒരു സിറ്റിംഗ് ഉണ്ട്. അതിനൊന്ന് ഈ റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി DGPക്ക് നിർദ്ദേശം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജയിൽ മോചിതയായതിനു പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ വനിതാ സെൽ CI എത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. AN ഷംസീർ MLA, DYFI നേതാവ് VP ദിവ്യ എന്നിവരുടെ ആരോപണങ്ങളിലുണ്ടായ മനപ്രയാസമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമായതെന്ന് പെൺകുട്ടി മൊഴി നൽകി. അവര് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ നമ്മളെ കുറിച്ച് അവഹേളിച്ച് പറയുമ്പോൾ ആർക്കാനും വിഷമമില്ല. അങ്ങനെ ഒരു വിഷമമൊന്നും ഇപ്പം ചെയ്യും. അതിനിടെ KPCC പ്രസിഡന്റ് VM സുധീരൻ ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിയെ ഇന്ന് സന്ദർശിക്കും. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ തലശ്ശേരിയിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. റിപ്പോർട്ടർ, കണ്ണൂർ.